നമസ്കാരം. ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ക്ലാസ് 7ന്റെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളും അവയിലെ 1 മാർക്കിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദി ഫോളോയിങ് പാസേജ്. താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് ഭാഗം വായിച്ച് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് ആദ്യത്തെ ആക്ടിവിറ്റി വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള പാസേജ് ഞാൻ വായിക്കുന്നില്ല. ഇനി നിങ്ങൾ യുപി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പാസേജ് വായിച്ചതിന് ശേഷം മാത്രം ചോദ്യങ്ങളിലേക്കും അതിൻ്റെ ഉത്തരങ്ങളിലേക്കും പോവുക. കാരണം നിങ്ങൾക്ക് ഇതേ ഒരു മാതൃകയിൽ തന്നെയായിരിക്കും ഇനി നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന പരീക്ഷയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടോ, കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തതിന് ശേഷം പാസേജ് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് വീഡിയോ കണ്ടാൽ മതി. ആദ്യത്തെ ചോദ്യം എന്നത് വേർ ഡിഡ് ഷിബിൻ ലിവ്? ഷിബിൻ എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം എന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഇൻ എ സ്മോൾ ഹട്ട് നിയർ എ സ്ട്രീം. അരുവിക്കടുത്തുള്ള ഒരു ചെറിയ കുടിലിലായിരുന്നു ഷിബിൻ താമസിച്ചിരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഡിഡ് ഷിബിൻ ഡു എവരി മോർണിംഗ് ആഫ്റ്റർ ഹെൽപ്പിംഗ് ഹിസ് മദർ? അമ്മയെ സഹായിച്ച ശേഷം എല്ലാ ദിവസവും രാവിലെ ഷിബിൻ എന്താണ് ചെയ്തിരുന്നത്? എന്തായിരുന്നു ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഈ ഗാദേർഡ് സാപ്ലിങ്സ് ആൻഡ് പ്ലാന്റഡ് ദം എലോങ് ദി റോഡ് സൈഡ്. അവൻ എന്ത് ചെയ്തു? അവൻ ചുറ്റുപാടുകളിൽ നിന്ന് ചെടികൾ ശേഖരിക്കുകയും അവ വഴിയോരത്ത് നടുകയും ചെയ്തു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് പീപ്പിൾ ലാഫ് അറ്റ് ഷിബിൻ ഇൻ ദി ബിഗിനിങ്? തുടക്കത്തിൽ ആളുകൾ ഷിബിനെ പരിഹസിച്ചത് എന്തുകൊണ്ട്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ദേ തോട്ട് പ്ലാന്റിംഗ് ട്രീസ് വാസ് യൂസ്ലെസ്. മരം നടുന്നത് പ്രയോജനമില്ലാത്ത കാര്യമാണെന്ന് അവർ കരുതി. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകൾ വായിക്കൂ. ഒന്നാമത്തെ തന്നിട്ടുള്ളത് ഷിബിൻ ബിലോങ്ഡ് ടു എ പുവർ ഫാമിലി. ഷിബിൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ളവനായിരുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ? അതെ. ഇനി രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത് ഷിബിൻ പ്ലാന്റഡ് സാപ്ലിങ്സ് എലോങ് ദി റോഡ് സൈഡ്. ഷിബിൻ വഴിയോരത്ത് ചെടികൾ നട്ടു. അതും ശരിയാണ്. ഇനി മൂന്നാമതായിട്ട് ഷിബിൻ സ്റ്റോപ്ഡ് ഹിസ് വർക്ക് ബിക്കോസ് പീപ്പിൾ മോക്ക്ഡ് ഹിം. ആളുകൾ പരിഹസിച്ചതിനാൽ എന്ത് ചെയ്തു? ഷിബിൻ ജോലി നിർത്തി. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായ ഒന്നാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് ദ ട്രീസ് ലേറ്റർ പ്രൊവൈഡഡ് ഷെയ്ഡ് ആൻഡ് ഫ്രൂട്ട്സ്. പിന്നീട് എന്ത് ചെയ്തു? ആ മരങ്ങൾ തണലും പഴങ്ങളും നൽകി. അതും ശരിയായതാണ്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ശരിയായ ഓപ്ഷന് തിരഞ്ഞെടുക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് 1, 2, 4 എന്നിവയാണ്. അതിനനുയോജ്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 ആൻഡ് 4 ആർ കറക്റ്റ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അസേഷൻ. ഒരു കാര്യമില്ലെങ്കിൽ ഒരു വാദം, ഒരു പ്രസ്താവന നൽകിയിട്ടുണ്ട്. അസേഷൻ ദ വില്ലേജേഴ്സ് പ്രൈസ് ഷിബിൻ ആഫ്റ്റർ സെവറൽ ഇയേഴ്സ്. വർഷങ്ങൾക്ക് ശേഷം ഗ്രാമവാസികൾ ഷിബിനെ പ്രശംസിച്ചു. ശരിയാണോ? ശരിയാണ്. ഈ വാദം അല്ലെങ്കിൽ പ്രസ്താവന, ഈ ഒരു അസേഷൻ എന്ന് പറയുന്നത് ശരിയാണ്. ഇനി ഒരു റീസൺ, ഒരു കാരണം കൊടുത്തിട്ടുണ്ട്. റീസൺ ദി സാപ്ലിങ്സ് ഈ പ്ലാന്റഡ് ഗ്രൂ ഇൻ ടു ട്രീസ് ദാറ്റ് ഗേവ് ഷെയ്ഡ് ആൻഡ് ഫ്രൂട്ട്സ്. അവൻ നട്ടുപിടിപ്പിച്ച തൈകൾ തണലും പഴങ്ങളും നൽകുന്ന മരങ്ങളായി വളർന്നു. നൽകിയിട്ടുള്ള റീസൺ ശരിയാണോ? അതും ശരിയായതാണ്. അങ്ങനെയെങ്കിൽ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ സെയിം. അതായത് എ എന്ന് പറയുന്നത് അസേഷനും ആർ എന്ന് പറയുന്നത് റീസണുമാണ്. അപ്പം എന്താണ്? അസേഷനും കറക്റ്റ് ആണ്, റീസണും ശരിയാണ്. ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആറ്, അതായത് റീസൺ എന്ന് പറയുന്നത്
അസേഷന് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്, ശരിയായിട്ടുള്ള വിശദീകരണമാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 2, ഇമെയിൽ. ആതിര പർച്ചേസ്ഡ് എ ലാപ്ടോപ്പ് ഓൺലൈൻ. ആതിര എന്ത് ചെയ്തു? ഓൺലൈനായി ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തു, വാങ്ങി. ആഫ്റ്റർ 3 months, 3 മാസത്തിന് ശേഷം എന്ത് ചെയ്തു? ഇറ്റ്സ് കീബോർഡ് സ്റ്റോപ്ഡ് വർക്കിംഗ്. അതിന്റെ കീബോർഡ് പ്രവർത്തിക്കുന്നത് നിന്നു. ഫ്രം ദി ബിൽ ഷീ ഫൗണ്ട് ദാറ്റ് ദി ലാപ്ടോപ്പ് ഹാഡ് 2 years വാറന്റി. ബില്ലിൽ നിന്ന് ലാപ്ടോപ്പിന് 2 വർഷത്തെ വാറന്റി ഉണ്ടെന്ന് അവള് കണ്ടെത്തി. ഷീ ഇമെയിൽഡ് എ കംപ്ലൈന്റ് ടു ദി കമ്പനി. അവള് ഇതിനെപ്പറ്റി എന്ത് ചെയ്തു? ഒരു പരാതി കമ്പനിക്ക് ഇമെയിൽ ചെയ്തു. പ്രിപ്പയർ ദി ഇമെയിൽ. ഇമെയിൽ തയ്യാറാക്കുക എന്നതായിരുന്നു ആക്ടിവിറ്റി 2 എന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3, ലെറ്റർ. ഡോണ്ട് യു റിമെമ്പർ ദി സ്റ്റോറി രഞ്ജീസ് മാജിക് ബാറ്റ്? രഞ്ജീസ് മാജിക് ബാറ്റ് എന്ന കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ? വെൻ രഞ്ജി ഗ്രൂ അപ്പ്, he was selected for the under-19 നാഷണൽ ക്രിക്കറ്റ് ടീം. രഞ്ജി വളർന്നു വലുതായപ്പോൾ അവൻ under-19 ദേശീയ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. He remembered മിസ്റ്റർ കുമാർ, who encouraged him to become a good cricketer. ഒരു നല്ല ക്രിക്കറ്റർ ആകാൻ തന്നെ പ്രോത്സാഹിപ്പിച്ച മിസ്റ്റർ കുമാറിനെ അവൻ ഓർത്തു. He wrote a letter to മിസ്റ്റർ കുമാർ. അവൻ മിസ്റ്റർ കുമാറിന് ഒരു കത്ത് എഴുതി. റൈറ്റ് ദി ലെറ്റർ. കത്ത് എഴുതുക. ചുവടെ നമുക്ക് ഒരുപാട് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. അവ എന്ത് ചെയ്യാം? വികസിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു ലെറ്റർ എഴുതുകയാണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആക്ടിവിറ്റി 4 നോക്കാം. ആക്ടിവിറ്റി 4ൽ 2 പ്രവർത്തനങ്ങൾ എ പാർട്ടും ബി പാർട്ടും തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത് ഡയറി ആണ്. ഇൻ ദി സ്റ്റോറി പ്രേയിങ് ആൻഡ്സ്, ആൽബർട്ട് വർക്ക്ഡ് ഹാർഡ് ഇൻ ദി മൈൻസ് ഫോർ 4 years ടു സപ്പോർട്ട് ഹിസ് ബ്രദേഴ്സ് എഡ്യൂക്കേഷൻ. പ്രേയിങ് ആൻഡ്സ് എന്ന കഥയിൽ തന്റെ സഹോദരന്റെ പഠനത്തിനായി ആൽബർട്ട് 4 വർഷം ഖനികളിൽ മൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്? കഠിനാധ്വാനം ചെയ്തു. He was unable to hold a pen or brush in his hands. അദ്ദേഹത്തിന് കൈകളിൽ ഒരു പേനയോ ബ്രഷോ പിടിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. So he couldn't fulfill his ambition to pursue his studies in the academy. അതിനാൽ അക്കാദമിയിൽ ഉപരിപഠനം നടത്തണമെന്ന തന്റെ ആഗ്രഹം നിറവേറ്റാന് അദ്ദേഹത്തിന് സാധിച്ചില്ല. Many memories flashed through his mind. അനേകം ഓർമ്മകൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി. He wrote his diary. അദ്ദേഹം തന്റെ ഡയറി എഴുതി. റൈറ്റ് ദി ഡയറി. ആ ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അതായിരുന്നു എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ദി നേഷൻ ഹോണേഡ് ഉഷ ചൗമർ, ദി മാനുവൽ സ്കാവഞ്ചർ, വിത്ത് ദി പ്രസ്റ്റീജിയസ് പത്മശ്രീ അവാർഡ്. ഉഷ ചൗഹർ എന്ന ദ മാനുവൽ സ്കാവഞ്ചറിനെ രാജ്യം എന്ത് ചെയ്തു? ആദരസൂചകമായി പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഷീ റിസീവ്ഡ് ദി അവാർഡ് ഫ്രം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഭാരതത്തിന്റെ രാഷ്ട്രപതിയിൽ നിന്നാണ് അവർ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ദി അവാർഡ് സെറിമണി റിമൈൻഡഡ് her of the long struggle against untouchability and manual scavenging. ആ അവാർഡ് ദാന ചടങ്ങ് അൺടച്ചബിലിറ്റിയും മാനുവൽ സ്കാവഞ്ചിങ്ങിനും എതിരെ അവസാനിപ്പിക്കുന്നതിനുമായുള്ള ദീർഘകാലത്തെ പോരാട്ടങ്ങളെ അവരെ ഓർമ്മിപ്പിച്ചു. ഷീ മെയ്ഡ് എ ഡയറി എൻട്രി ദാറ്റ് ഡേ. ആ ദിവസം അവർ ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കി. റൈറ്റ് ദി ഡയറി. ആ ഡയറി എഴുതുക എന്നതായിരുന്നു ചോദ്യം. ഇതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി 5 നോക്കാം. ആക്ടിവിറ്റി 5ലും 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കാം. ഹോപ്പ് യു റിമെമ്പർ ദി സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ്. എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ.
റിക്കി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് ബിക്കെയിം എ ബോയ് വിത്ത് മാക്സിമം എഫിഷ്യൻസി. റിക്കി തന്റെ തെറ്റ് മനസ്സിലാക്കുകയും ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരു കുട്ടിയായി മാറുകയും ചെയ്തു. ഹിസ് മദർ വാസ് ഹാപ്പി ടു സീ ദി നീറ്റ്ലി അറേഞ്ച്ഡ് ഹോം. വീട് വൃത്തിയായി ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഷീ അപ്രിഷിയേറ്റഡ് റിക്കി. അമ്മ എന്ത് ചെയ്തു? റിക്കിയെ അഭിനന്ദിച്ചു. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് മദർ. റിക്കിയും അമ്മയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം തയ്യാറാക്കുക എന്നതായിരുന്നു എ ക്വസ്റ്റ്യൻ. നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടോ ചാൻ വിഷ്ഡ് ടു ജോയിൻ ദി ട്രിപ്പ് ടു ദി ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട്. ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്കുള്ള യാത്രയിൽ പങ്കെടുക്കാൻ ടോട്ടോ ചാൻ ആഗ്രഹിച്ചു. ബട്ട് ഹെർ മദർ ഡിഡ് നോട്ട് ഗീവ് പെർമിഷൻ. എന്നാൽ അവളുടെ അമ്മ അനുവാദം നൽകിയില്ല. ഷീ അപ്രോച്ച്ഡ് ദി ഹെഡ്മാസ്റ്റർ ടു പെർസ്വേഡ് ഹെർ മദർ. അമ്മയെ സമ്മതിപ്പിക്കാനായിട്ട് അവൾ എന്ത് ചെയ്തു? ഹെഡ് മാസ്റ്ററെ സമീപിച്ചു. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ടോട്ടോ ചാൻ ആൻഡ് ദി ഹെഡ് മാസ്റ്റർ. ടോട്ടോ ചാനും ഹെഡ് മാസ്റ്ററും തമ്മിലുള്ള ആ സംഭാഷണം തയ്യാറാക്കുക എന്നതായിരുന്നു ബി ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അവസാനത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6, എഡിറ്റിംഗ്. എഡിറ്റ് ദി ഫോളോയിങ് പാസേജ്. ചുവടെ കൊടുത്തിട്ടുള്ള പാസേജ് എഡിറ്റ് ചെയ്യുക. നമുക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കാം. ലാസ്റ്റ് വീക്ക് ഐ വിസിറ്റ് മൂന്നാർ. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്ത് ചെയ്തു? മൂന്നാർ സന്ദർശിച്ചു എന്നാണ് അവിടെ വരേണ്ടത്. ഇതിൽ വിസിറ്റ് എന്നുള്ള വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വിസിറ്റ് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞു പോയ കാലത്തെ കാര്യമായതിനാൽ എന്തായിരിക്കണം? അവിടെ തന്നിട്ടുള്ള വെർബ് ഏതായിരിക്കണം? പാസ്റ്റ് ടെൻസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പം വിസിറ്റ് എന്നുള്ളത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ് വരുന്നത്, ആണല്ലോ. അപ്പൊ നമ്മൾ വിസിറ്റ് എന്നതിന്റെ പാസ്റ്റ് ടെൻസിലോട്ട് അതിനെ മാറ്റണം. വിസിറ്റ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? വിസിറ്റഡ് എന്നാണ് അതിന്റെ ശരിയായ ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇറ്റ് വാസ് സറൗണ്ടഡ് ഫോർ ഗ്രീൻ ഹിൽസ് ആൻഡ് ടീ ഗാർഡൻസ്. ആ പ്രദേശം എന്തിരിക്കുന്നു? ഗ്രീൻ ഹിൽസ് ആൻഡ് ടീ ഗാർഡൻസ്, അതായത് പച്ചപ്പാർന്ന മലകളാലും കൂടാതെ തേയിലത്തോട്ടങ്ങളാലും എന്താണ് അത് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് എന്നത് ഫോർ എന്നതാണ്. ഇവിടെ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട് സറൗണ്ടഡ് ഫോർ എന്നല്ല പറയാൻ, സറൗണ്ടഡ് ബൈ എന്ന് വേണം ഉപയോഗിക്കാൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ദി ക്ലൈമറ്റ് വാസ് പ്ലസന്റ് ആൻഡ് കൂൾ. ഇവിടെ പ്ലസന്റ് എന്നുള്ള വേർഡാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത്, പ്ലസന്റ് എന്നതിന്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത് അവിടെ PLEA എന്ന ഒരു അക്ഷരം കൂടെ, ഒരു ലെറ്ററും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അവിടെ എന്ന് പറയുന്നത് സ്പെല്ലിങ് കറക്റ്റ് ആയിട്ടല്ല കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മെനി പീപ്പിൾ വിസിറ്റ് മൂന്നാർ ടു എൻജോയ് നേച്ചർ ആൻഡ് ഫ്രഷ് എയർ. പ്രകൃതിയും ശുദ്ധവായുവും ആസ്വദിക്കാനായിട്ട് ധാരാളം ആളുകൾ മൂന്നാർ സന്ദർശിക്കുന്നു. ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് മെനി എന്നതാണ്. ഇതായത് ഒരു സെന്റൻസ് തുടങ്ങുന്ന സമയത്ത് എന്തിലായിരിക്കണം? ഒരു വാചകത്തിന്റെ തുടക്കമായതിനാൽ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അതായത് ഡി എന്നതിന്റെ ഉത്തരം എം എന്ത് ചെയ്താൽ മതി? നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റിയാൽ മതി. ഇനി അടുത്ത് നോക്കാം. ഇറ്റ് ഈസ് എ പ്ലേസ് പീസ്ഫുൾ ആൻഡ് എ പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതൊരു ശാന്തമായ സ്ഥലവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രവുമാണ്. ഇറ്റ് ഈസ് എ പ്ലേസ് പീസ്ഫുൾ, ശാന്തമായ സ്ഥലം. അതിനെ പ്ലേസ് പീസ്ഫുൾ എന്നല്ല പറയുന്നത്, പീസ്ഫുൾ പ്ലേസ് എന്ന് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇവിടെ എന്താണ്? വേർഡ് ഓർഡർ റോങ് ആയിട്ടാണ്, തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്താൽ മതി? പീസ്ഫുൾ പ്ലേസ് എന്നതാണ് ശരിയായിട്ട് വരുന്നത്. പീസ്ഫുൾ പ്ലേസ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ് തമ്മിൽ ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.
നമ്മൾ 1 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ ബാക്കിയുള്ള ആക്ടിവിറ്റികൾക്ക് നിങ്ങളുടെ ചിന്തകളും ഭാവനയും ഉപയോഗിച്ച് എഴുതേണ്ടവയാണ്. അതായത് നിങ്ങൾ പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ ചിന്തകളും ഭാവനയും കൃത്യമായിട്ടുള്ള ഫോർമാറ്റുകളും ഉപയോഗിച്ച് എഴുതേണ്ടതായിരുന്നു. അപ്പോൾ ഓരോരുത്തരും എഴുതുന്ന രീതി എന്നത് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ബാക്കിയുള്ള ആക്ടിവിറ്റികൾക്ക് കൃത്യമായ ഒരു ഉത്തരം എന്നതിലുപരി നിങ്ങളുടെ ഭാവനയ്ക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് പേടിക്കാതെ, തെറ്റുകളെക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായി എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും പരീക്ഷയിൽ മികച്ച വിജയം ആശംസിക്കുന്നു. നന്ദി.